ഒരു സുപ്രഭാതം രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മൗണ്ട് കാർമൽ പെന്തക്കോസ്റ്റൽ ചർച്ചിലെ വിശ്വാസിയായ പീറ്റർ സംഗീതപ്രിയനും അതിലുപരി ദൈവഭക്തനുമായ ജോസേട്ടൻ്റെ വീട്ടിൽ പോകുകയാണ്. ജോസേട്ടനൊരു പ്രത്യേകതയുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആത്മീയ ഗാനങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം മറുപടി തരൂ. ഇത് പീറ്ററും ജോസേട്ടനും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ശ്രദ്ധയോടെ കേട്ട് ആസ്വദിച്ചാലും. പീറ്റർ ജോസേട്ടൻ്റെ വീടായ ബെത്ലഹേമിലെത്തി ബെല്ലടിക്കുന്നു. ജോസേട്ടാ, വിശ്വാസികളെ വാ, തുഷ്ടമാനസരായി വന്നിടുക വാ നിങ്ങൾ ബെത്ലഹേമിൽ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, കൃഷിയൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്. ജോസേട്ടൻ നാട്ടിലെവിടാ? എൻ്റെ ദേശം ഈവിടെയല്ല, ഈവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരു കൊന്ന ഭവനമുണ്ട്. ജോസേട്ടനെ കുറെ നാളായി അറിയാമെങ്കിലും എന്താ ജോലി എന്നറിയില്ല. ജോസേട്ടന് ജോലി എന്താ? സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. ഞാൻ എന്നാ കൃഷിയല്ല ഒന്ന് കണ്ടിട്ട് വരാം. കെണിയുണ്ട് സൂക്ഷിക്കണേ, കരുതാതിരുന്നിടല്ലേ. എന്നാ വേണ്ട. നാട്ടിൽ അച്ഛനും അമ്മയ്ക്കെല്ലാം സുഖമാണേ? ജോസേട്ടനെ കാണാത്തിന്റെ വിഷമത്തിലാണോ അവർ? എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ, കഷ്ടതയിൽ നൽതുണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ജോസേട്ടൻ ഒറ്റത്തടിയാണല്ലേ? കുടുംബസ്ഥാനാവാനുള്ള പ്രായമൊക്കെ ആയല്ലോ, കല്യാണമൊന്നും ആയില്ലേ? എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നീനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനീഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അതെ, എല്ലാം ദൈവം തക്ക സമയത്ത് നടത്തട്ടെ. പിന്നെ നമ്മുടെ പാസ്റ്ററുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലിടയാ, നിന്റെ കുഞ്ഞാടുകളം ഞങ്ങൾ നിൻ സന്നിധി വന്നിടുമ്പോൾ, മാർവോടണച്ച് ഉമ്മതരും നല്ലോരിടയനം നീ. അത് ശരിയാ, കൊച്ചുമേ അതുപോലെ തന്നെ. പിന്നെ നമ്മുടെ സെക്രട്ടറി, അദ്ദേഹത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? അതെ, ഷൈജുവേട്ടൻ ഒരു ഒന്നൊന്നര ജാതിയാണ്. പിന്നെ വാർത്തയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിനെ പറ്റി അഭിപ്രായം? യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല ജാതികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങിയല്ലോ, ഒരുങ്ങിടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. അത് തന്നെ, നമുക്കിനി റെഡിയായിരിക്കാം. ഭാവി പരിപാടികൾ ഇനി എന്താ ജോസേട്ടൻ്റെ? ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവടിയിലത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നീന
ഇല്ലാതെ വണ്ണം ആശയ്ക്കെതിരായിട്ട് ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. ചർച്ചിന്റെ ഗായക സംഘ തലവനും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനുമായ എബിച്ചായൻ നമ്മുടെ കൂടെ വരാൻ നിന്നെയാണ്. പക്ഷെ തിരക്ക് കാരണം സാധിച്ചില്ല. പുള്ളിക്കാരനെ എനിക്ക് അധികം അങ്ങോട്ട് അറിയില്ല. പുള്ളിക്കാരൻ എങ്ങനെയാണ്? ശാരോനിൻ പനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. അതെ, നിശ്ചയിച്ചയുടെ ഒരു ഭാഗ്യമേ. പിന്നെ നമ്മുടെ പരസ്യയോഗമെല്ലാം വരാൻ പോവല്ലേ. എന്താണ് ജനങ്ങളോട് പറയാനുള്ള അഭിപ്രായം? ഫേസ്ബുക്കും ട്വിറ്റർ പിന്നെ വാട്സപ്പും കയറിയിറങ്ങി, അന്യന്റെ വാളിൽ നോക്കി ഗോസിപ്പും തേടി നടന്ന് ചുമ്മാതെ കമന്റുകൾ ഇട്ടും വേണ്ടാത്തത് ഷെയറും ചെയ്തും കമ്പ്യൂട്ടർ സ്ക്രീനിൻ മുൻപിൽ കുറെ നേരം കുത്തിയിരുന്ന് ധാരാളം ചാറ്റും ചെയ്തും ന്യൂ ഫ്രണ്ട്സിനെ ആഡും ചെയ്തും എന്നിട്ടും ഒറ്റയ്ക്കെന്നൊരു തോന്നല് മാറുന്നില്ല. ഈ കാണും ചങ്ങാതികൾ നിൻ മരണം വരെയെ കൂടെ കാണൂ. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം പോവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അടിമകളായിരിക്കുമ്പോൾ പറയാൻ പറ്റിയ സന്ദേശം. പിന്നെ നമ്മുടെ യുവജനങ്ങളുടെ താലന്ത് പ്രദർശനമല്ലേ ഇന്ന്, അവരോട് പറയാൻ എന്തെങ്കിലും? ദൈവരാജ്യം കടുകുമണി പോലെ നിധിയൊളിപ്പിച്ച വയലുപോലെ ആരും കൊതിക്കുന്ന നല്ല മുത്തുപോലെ കാത്തു നിൽക്കുന്ന മണവാട്ടി പോലെ സമയമില്ല എന്നു ചൊല്ലി മറുതലിക്കല്ലേ, നീ അലസനാവല്ലേ. കള്ളനെ പോൽ കൊള്ള നേടാൻ നാഥൻ വന്നിടുമേ, എല്ലാ കണക്കു തീർത്തിടുമേ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ടു വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. അതെ, നമ്മുടെ വേലയ്ക്ക് വേണ്ടി പരമാവധി ഉപയോഗിക്കേണ്ട സമയമാണിത്. കർത്തൻ വരുവാൻ സമയമായിരിക്കുന്നു. എന്നാ ജോസേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. നമുക്കിനിയും വീണ്ടും കാണാം. സന്തോഷം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാ.